യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. എല്ലാവരും നമുക്ക് ജോർജിയയിൽ അഡ്മിഷൻ ചോദിച്ചു വരുന്നത് എല്ലാവരും ചോദിക്കുന്നതാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ നോക്കാം, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ലിവിങ് എക്സ്പെൻസ് എത്ര വരുന്നത്, എവിടെയാണുള്ളത്, അതുപോലെ തന്നെ NMCൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ചോദിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് നോക്കുന്ന പേരൻസ്, വിദ്യാർത്ഥികളുടെ പേരൻസ് ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ജോർജിയയിലെ ടിബിലിസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂളുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ റൂൾസുകളും. ആ റൂൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് WHO ലിസ്റ്റിലുണ്ടായിരിക്കണം. അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് www.wdoms.org എന്ന വെബ്സൈറ്റിലേക്ക് പോയാൽ മതി. രണ്ടാമത്തെ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ ക്ലാസ്സുകൾ നടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതും നിങ്ങൾക്ക് WHO സൈറ്റിൽ കയറിയാൽ കിട്ടും. കാരണം ഞങ്ങളിത് വിശദീകരിച്ച് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഓരോ വീഡിയോയിലും ഇത് കാണിക്കുമ്പോൾ ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് മുമ്പുള്ള കൗക്കാസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ബത്തൂമിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ താഷ്കന്തിൻ്റെ വീഡിയോയിലൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് NMCൻ്റെ റൂൾസ് നോക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്മൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഈ ക്ലാസ് എന്നുള്ളത് നോക്കണം. പിന്നീട് 54 months ഡ്യൂറേഷൻ അല്ലെങ്കിൽ 4.5 years ഡ്യൂറേഷൻ വേണം. ഇതും ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ 1 year ഇൻറ്റേൺഷിപ്പ് വേണം. അതുപോലെ അഞ്ചാമത്തെ റൂള് ഡിഗ്രി രജിസ്ട്രബിൾ ആയിരിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്നുള്ളത്. അതുപോലെ തന്നെ ECFMGയുടെ അക്രഡിറ്റേഷനും ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ECFMG അക്രഡിറ്റേഷനും ഉള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ ഫീസ് കാര്യങ്ങൾ എത്രയാണ് വരുന്നത്, ബഡ്ജറ്റ് എങ്ങനെയാണ് വരുന്നത്, ഓൾമോസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എത്ര ഇന്ത്യൻ റുപ്പീസ് ചിലവാകുന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. സോ അത് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് $6,000 പെർ ഇയർ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ ഫീസ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ കൂടെ $300 പെർ മന്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് നോക്കാം. 6 year ഡ്യൂറേഷൻ ആണല്ലോ ഉള്ളത്. 6 year ഡ്യൂറേഷൻ ആകുമ്പോൾ $6,000 ഇൻറ്റു 6 $6,000 ഇൻറ്റു 6 year നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമുക്ക് 6,000 ഇൻറ്റു 6 നോക്കുകയാണെങ്കിൽ $36,000 ആണ് വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് 300 ഇൻറ്റു 10 months ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഓൾമോസ്റ്റ് $3,000 നമുക്ക് ഒരു വർഷത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരും. ഇൻറ്റു 6 നോക്കുകയാണെങ്കിൽ 3,000 ഇൻറ്റു 6 ഓൾമോസ്റ്റ് $18,000 ഉണ്ടാവും. സോ നമുക്ക് $36,000 ഫീസ് വരും, $18,000 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരും. ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? $54,000 ആണ് വരുന്നത്. $54,000 ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ റുപ്പീസിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 83.5 ആണ് നമ്മളൊരു ഡോളറിന് നമ്മൾ എടുക്കുന്ന ഒരു റേറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 54,000 ഇൻറ്റു 83.5 നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 45 lakhs അടുത്ത് നമുക്ക് ഫുഡും അക്കോമഡേഷനും
മാത്രമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അഡീഷണലി വരാൻ പോകുന്ന അഡീഷണൽ എക്സ്പെൻസ് എന്തൊക്കെ വരും? ഓൾമോസ്റ്റ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് 6 ഇയർ പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഒരു വൺ ടൈം പോയി വരാനൊരു ഓൾമോസ്റ്റ് നമുക്ക് വൺ ടൈം പോയി വരാനൊരു 40,000 ആ റേഞ്ചൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് 6 × 40,000 2,40,000 2.4 lakhs ഇത്രയും വരും. പിന്നെ നമുക്ക് അതർ എക്സ്പെൻസൊക്കെ കൂടെ നമുക്കൊരു അപ്രോക്സിമേറ്റ്, അതായത് വിസ റിന്യൂവൽ, മെഡിക്കൽ, വിസ റിന്യൂവൽ, സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടെ നമുക്കൊരു 1.5 lakhs കൂടി ആഡ് ചെയ്യാം നമുക്ക്. അങ്ങനെ മൊത്തത്തിൽ 3.9 lakhs. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 45 lakhs പ്ലസ് 3.9 ഓൾമോസ്റ്റ് എത്ര വരും? 48.9 lakhs. 48.9 lakhs നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 6 മാസം അല്ല 6 വർഷത്തേക്ക് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കാം. ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുള്ള ECFMGൻ്റെ അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റിയിലെ ടിബിലിസി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഇനിയും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്